السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب السامع. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്നവരാണ്. മനുഷ്യ സഹജമായി തെറ്റുകൾ ചെയ്യുന്നവരാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരെന്നറിയോ? പാതിരാത്രിയിൽ ചെയ്തു പോയ പാവങ്ങൾ ഓർത്തുകൊണ്ട് വിഷമിച്ച് ദുഃഖിച്ച് വെപ്രാളപ്പെട്ട് അതെങ്ങനെയെങ്കിലും തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള നിയ്യത്തോടുകൂടി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ചെയ്ത പാവങ്ങൾ കണ്ണീരോടുകൂടി, സങ്കടത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, വിഷമത്തോടുകൂടി അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന ആളുകളെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൻ നൂർ 31-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ മനുഷ്യരേ, തെറ്റ് ചെയ്തിട്ട് സങ്കടവുമായി നടക്കുന്നവരെ, കരഞ്ഞ കണ്ണുകളുമായി ജീവിക്കുന്നവരെ, നിങ്ങൾ അല്ലാഹുവിനോട് ചെയ്തു പോയ പാവങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി, ദുഃഖത്തോടുകൂടി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാ നിങ്ങൾ ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞാ നിങ്ങളുടെ പാവങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാ. വതൂബൂ ഇലല്ലാഹി ജമീഅ, മുഴുവനും പാവങ്ങളും അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുക. അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, എന്തിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പശ്ചാത്തപിക്കാൻ പറഞ്ഞത്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയിട്ടാ, നിങ്ങൾ പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ടാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, യാ അയ്യുഹന്നാസ്, ഓ എന്റെ ജനങ്ങളെ, ഓ എന്റെ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അവനിലേക്ക് നിങ്ങൾ പൊറുക്കൽ ചോദിക്കുക. അല്ലാഹുവിലേക്കാണ് ചെയ്തു പോയ പാവങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കേണ്ടത്. അവനിൽ നിന്നാണ് ചെയ്തു പോയ പാവങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടേണ്ടത്. അവനോടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം പറയേണ്ടത്. നമ്മുടെ ആവലാദികളും വേവലാദികളും നമ്മുടെ സങ്കടങ്ങളുമെല്ലാം കണ്ണീരോടുകൂടി ഒരടിമ അല്ലാഹുവിലേക്ക് പറഞ്ഞാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരാണെന്നറിയോ? ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാവങ്ങൾ പൊറുക്കുന്നവന്, മനുഷ്യ മക്കളോട് കരുണ കാണിക്കുന്നവനുമാ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഞാൻ എൻ്റെ റബ്ബിനോട് പൊറുക്കൽ ചോദിക്കാറുണ്ട് കൂട്ടരെ. എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുമായിരുന്നു. 100 മറ, 100 പ്രാവശ്യം ഒരു ദിവസം അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുമായിരുന്നു. നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ചെറുപാവങ്ങളോ വൻപാവങ്ങളോ തന്റെ ജീവിതത്തിൽ ഇതേവരെ പ്രവാചകൻ ചെയ്തിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുൻപാവങ്ങളും പിൻപാവങ്ങളും പുറത്തു കൊടുത്തൊരു പ്രവാചകനും ഉണ്ടെങ്കിൽ അത് മുഖ്ബിറേ സാദിഖുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവങ്ങൾ അല്ലാഹു മുഴുവൻ പാവങ്ങളും പുറത്തു കൊടുത്തില്ലേ? തമാശയ്ക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത, ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലാത്ത പ്രവാചകർ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ 300 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമെങ്കിൽ സഹോദരാ, ജീവിതം മുഴുവന് പാപങ്ങളുടെ പാണ്ഡവുമേറിക്കൊണ്ട് ജീവിക്കുന്നവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ഇതേവരെ നിങ്ങളൊന്ന് തൗബ ചെയ്യാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ഇതേവരെ നിങ്ങളുടെ പാപങ്ങളൊന്ന് ഏറ്റു പറയാ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, അല്ലാഹു അഫ്റഹു ബി തൗബതി അബ്ദിഹി മിൻ അഹദികും. നിങ്ങളിൽ ഓരോരുത്തരും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തൗബ ചെയ്താ അല്ലാഹു അത് സന്തോഷിക്കുന്നതാണ്. നിങ്ങളുടെ തൗബ കാരണത്താ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷിക്കുകയാ. നിങ്ങൾ ചെയ്യുന്നതായ തൗബ കൊണ്ട് അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണ് സഹോദരാ. അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചുകൂടെ? അല്ലാഹുവിനെ തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് സന്തോഷിപ്പിച്ചുകൂടെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷിക്കുകയാണ്. നമ്മുടെ തൗബ കൊണ്ട് അല്ലാഹു സന്തോഷിക്കുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ തൗബ കൊണ്ട് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, സന്തോഷമാണ്. തൗബ ചെയ്യുക. ജീവിതത്തിൽ വന്നുപോയ സകല പാവങ്ങളും അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യണം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെയും ഖിയാമത്ത് നാൾ വരെയും ഓരോ മനുഷ്യനും തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ തൗബ ചെയ്താൽ അവന്റെ പാവങ്ങൾ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. പലരും പാവങ്ങൾ ചെയ്ത് താൻ വലിയ എന്തോ വലിയ നന്മയായ പ്രവൃത്തി ചെയ്തതിന്റെ കൂട്ടാ ഓരോരുത്തരും അങ്ങ് സന്തോഷിച്ച് ജീവിക്കുകയാണ്. പാവങ്ങൾ ചെയ്തിട്ട് ഒരു കുറ്റബോധവുമില്ലാതെ, ഒരു സങ്കടവുമില്ലാതെ, ഒരാവലാതിയും വേവലാതിയുമില്ലാതെ, ഒരു ദുഃഖവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ ജീവിക്കുകയാണ് സന്തോഷത്തോടുകൂടി. അഹങ്കാരികളെ പോലെ, ധിക്കാരികളെ പോലെ, തെമ്മാടികളെ പോലെ ജീവിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ തൗബ ചെയ്യണം. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല. അങ്ങനെ സ്വീകരിക്കണമായിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ തെമ്മാടിയായ, ഏറ്റവും വലിയ ധിക്കാരിയായ, ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔനിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമായിരുന്നു. ഫിർഔൻ ചെങ്കടലിന്റെ ആഴിയിലേക്ക്, സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പോകവേ
ഫിറഔന് വിളിച്ചു പറഞ്ഞില്ലേ, സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഫിറഔന് വിളിച്ചു പറഞ്ഞില്ലേ, ഒരു കാലഘട്ടത്തിന്റെ സ്വേച്ഛാധിപതിയായ, ഒരു കാലഘട്ടത്തിന്റെ ഏകാധിപതിയായ, ഒരു കാലഘട്ടത്തിലെ തെമ്മാടിയായിരുന്ന, ഒരു കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതായ ഫറോവ വിളിച്ചു പറഞ്ഞില്ലേ, ഞാനിതാ മൂസ നബി എന്ന പ്രവാചകന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാ, മൂസാ നബി എന്ന പ്രവാചകന്റെ റബ്ബിനെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. ആരാ ഫിറഔൻ? ആരാ ഫിറഔൻ? പറഞ്ഞില്ലേ, ഞാനാണ് ഈ മിസ്രിന്റെ അധിപൻ, എന്റെ അധീനതയിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നതെന്ന് വിളിച്ചു പറഞ്ഞ രാക്ഷസനായ തെമ്മാടിയായിരുന്ന ഫിറഔൻ പോലും പശ്ചാത്തപിച്ചപ്പോ ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പാവങ്ങൾ അല്ലാഹു പൊറുക്കണോ, നമ്മുടെ തൗബകൾ അല്ലാഹു സ്വീകരിക്കണോ. നിഷ്കളങ്കമായിട്ട് നമ്മൾ തൗബ ചെയ്താൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്ത് ജീവിക്കാൻ, തൗബയോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.